നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലം കടകളടച്ച് സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് കടകളടച്ച് സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AKRRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുകൾ കാലോചിതമായി പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ DBT സംവിധാനം നടപ്പിലാക്കുന്നത് പിൻവലിക്കുക, ക്ഷേമനിധി അംഗത്വം കാര്യക്ഷമമാക്കുക, ഇപ്പോസ് മെഷീനുകളിൽ ഉണ്ടാകുന്ന സെർവറിലെ തകരാറുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സംയുക്ത സമരസമിതി കൺവീനർ ഗോപിനാഥൻ അധ്യക്ഷനായി. MH അബ്ദുൽ നസീർ, K ഗിരീഷ്, മണികണ്ഠൻ, ജനാർദ്ദനൻ, ഗോപിനാഥ് വാണിയംകുളം, സുന്ദരൻ, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത സമരസമിതി കൺവീനർ PA സേതുരാജ് സ്വാഗതവും പ്രദീപ് നന്ദിയും പറഞ്ഞു. ശമ്പളം കിട്ടുന്നവരെ വേതന വർധനവ് അതിനുള്ള ഒരു വാഗ്ദാനം കിട്ടണ്ടേ? അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു വാട്സപ്പിലിടും, അത് അന്ന് പിരിയാൻ പാടില്ല. ഒരു ചർച്ച വരുമ്പോൾ ഒരു ഇതിൻ്റെ നേതാക്കളോ എല്ലാവരും ഹൈ പൊസിഷനിലുള്ള സംഘടനാ പ്രവർത്തന ശൈലിയുള്ളവരാണ്. നമ്മളെക്കാട്ടിലൊക്കെ പ്രവർത്തന ശൈലിയുള്ളവരാണ് മന്ത്രിയായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത്. ഈ എല്ലാ മന്ത്രിമാരും എല്ലാ മുമ്പിലും നമ്മൾ കുമ്പിട്ട് കഴിഞ്ഞു. MLA-മാരെയൊക്കെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞു. MP-മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രവും കേരളവും കാണിക്കുന്ന ഈ റേഷൻ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരം നമുക്ക് മുന്നോട്ട് കൊണ്ട് നടക്കുക എന്നല്ലാതെ യാതൊരു പ്രശ്നമില്ല. മാത്രമാണോ DBT എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്? എന്താണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? നിങ്ങൾക്ക് ഇനി അറിയില്ല. ഫെബ്രുവരി 1-ാം തീയതി മുതൽക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽക്ക് നിങ്ങൾക്ക് ബാങ്കിലേക്ക് പൈസ ഇട്ട് തരാം. എന്താ പൈസ ഇട്ട് തരുന്നത്? നിങ്ങൾ വില കൊടുത്ത് അരി വാങ്ങിക്കോളും പുറത്തുനിന്ന്, അല്ലെങ്കിൽ റേഷൻ ഷോപ്പിൽ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 22 രൂപ അതിന് റേറ്റ് നിശ്ചയിച്ചുകൊണ്ട് റേഷൻ ഷോപ്പിൽ ഈ അരി വന്ന് വിൽപ്പന നടത്തണം. നമ്മൾ ജനങ്ങളുടെ അടുത്ത് പൈസ വാങ്ങണം. പൈസ വാങ്ങിയിട്ട് ആ പൈസ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറുന്ന പറയും.